നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ് സ്മാർട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ് വാഹനത്തിൻ്റെ സ്ട്രോക്ക് ലെങ്ത്, എന്താണ് TDC, എന്താണ് BDC, നമ്മുടെ വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. പോകാം വീഡിയോയിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഗ്രേ കളറുള്ള സിലിണ്ടറിൻ്റെ ഹെഡും അലൂമിനിയം കളറുള്ളത് വാഹനത്തിൻ്റെ പിസ്റ്റണുമാണ്. പിസ്റ്റൺ ഇപ്പോൾ സിലിണ്ടർ ഹെഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്തെ ടോപ്പ് ഡെഡ് സെൻറ്റർ അഥവാ TDC എന്നും, എന്നാൽ പിസ്റ്റൺ റെസിപ്രോക്കേറ്റീവ് മൂവ്മെൻറ്റ് വഴി താഴേക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാം മൂവ്മെൻറ്റ് റെസിപ്രോക്കേറ്റീവ് മൂവ്മെൻറ്റ് വഴി പിസ്റ്റൺ താഴെ എത്തി നിൽക്കുന്ന ആ പൊസിഷനെ ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്നും പറയുന്നു. എന്നാൽ പിസ്റ്റൺ ചലിക്കുന്ന അകത്ത് കിടക്കുന്ന ഈ ഭാഗം, പിസ്റ്റൺ അകത്ത് കിടക്കുന്ന ഈ ഭാഗത്തെ ബോർ എന്ന് പറയുന്നു, വാഹനത്തിൻ്റെ ബോർ എന്നും പറയുന്നു. പിസ്റ്റൺ ഇപ്പോൾ കിടക്കുന്ന പൊസിഷൻ BDC ആണ്. ആ പൊസിഷനിൽ നിന്നും പിസ്റ്റൺ റെസിപ്രോക്കേറ്റീവ് മൂവ്മെൻറ്റ് വഴി മുകളിലേക്ക് ചലിക്കും. ഇപ്പോൾ വീഡിയോ നോക്കുക. ആ പെൻസിൽ മൂവ് ചെയ്യുന്ന സ്ഥലം, അതായത് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് മൂവ് ചെയ്ത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ വരെ വരുന്ന ആ ദൂരത്തെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നു. എന്നാൽ പിസ്റ്റൺ ഒരു പ്രാവശ്യം ചലിക്കുന്ന ആ മൂവ്മെൻറ്റിനെ ഒരു സ്ട്രോക്ക് എന്നും പറയുന്നു. BDC വരെ TDCയിൽ നിന്നും BDCയിലേക്കോ BDCയിൽ നിന്നും TDയിലേക്കോ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റിനെ ഒരു സ്ട്രോക്ക് എന്നും, അത് സഞ്ചരിക്കുന്ന ദൂരത്തെ സ്ട്രോക്ക് ലെങ്ത് എന്നും, എന്നാൽ ആ സിലിണ്ടറിനകത്ത് ഉൾക്കൊള്ളാവുന്ന എയർ ഫ്യൂൽ മിശ്രിതത്തിൻ്റെ ഫുള്ള് അളവിനെ സെഫ്റ്റ് വോളിയം എന്നും പറയുന്നു. അങ്ങനെ 3 സിലിണ്ടറിനകത്തുള്ള ആകെ കൂടിയ സെഫ്റ്റ് വോളിയത്തെ ക്യൂബിക് കപ്പാസിറ്റി അഥവാ വാഹനത്തിൻ്റെ CC എന്നും പറയുന്നു.